പക്ഷേ മമ്മൂട്ടി ആയതുകൊണ്ടും ആ ഒരു മേക്കിങ്ങിൽ കുറച്ച് സാധനങ്ങളുള്ളതുകൊണ്ടും ആ പടം നിൽക്കുന്നേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഗംഭീര പടമായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ്, മോഹൻലാലിനെ ഇഷ്ടമാണ്. ഞാൻ സിനിമ അങ്ങനെ കാണുന്ന ഒരാളാണ്. ഞാൻ സിനിമയായിട്ട് കാണുന്നുള്ളൂ. ഡിഗ്രേഡിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, കണ്ടിരിക്കാം. ഒരു മലയാള സിനിമ എഫക്ട് ചെയ്യുന്നില്ലല്ലോ, അടിപൊളിയാ. ആക്ഷൻ കൊള്ളാന്ന്, പക്ഷെ നമുക്ക് മനസ്സിലാവും മമ്മൂട്ടി അല്ല ആക്ഷൻ കാണിക്കുന്നത്. നല്ല ഒരു ബോയിനെ പോലെ തോന്നി. കുഴപ്പമില്ല, വളരെ നല്ല പടമായിരുന്നു. നല്ല പടം, കൊള്ളാം, നല്ല പടം, നല്ല മൂവിയായിരുന്നു. കൊള്ളാം, അടിപൊളിയായിരുന്നു. മമ്മൂക്ക സൂപ്പർ ആയിട്ടുണ്ട്. ഫൈറ്റൊക്കെ, ആക്ഷൻ സീൻസ് ഒക്കെ കൊള്ളാം. നല്ല മൂവിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. മമ്മൂക്ക നല്ല ഇഷ്ടമായി, പിന്നെ ഹീറോയിനെ ഇഷ്ടമായി. ആക്ഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്. നല്ല ഒരു ബോയിനെ പോലെ തോന്നി. നല്ല മൂവിയായിരുന്നു. ഈ ആക്ഷനൊക്കെ അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. ഇല്ല, അതിനും വേണ്ടൊന്നുമില്ല, നല്ല മൂവിയാണ്, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല, കൊള്ളാം. ആക്ഷൻ്റെ സീൻ മാത്രം ഒരു ഇതുണ്ടായിരുന്നു. ആക്ഷൻ കൊള്ളാന്ന്, പക്ഷെ നമുക്ക് മനസ്സിലാവും മമ്മൂട്ടി അല്ല ആക്ഷൻ കാണിക്കുന്നത്. അതെ, അത് ഭയങ്കര എവിടെയാണ്, കാരണം കുറേ കക്ഷിവട്ടമായിട്ടുണ്ട്. പുള്ളീൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ലെഫ്റ്റിൽ നിന്നൊക്കെ ഉള്ളൂ. അപ്പം അത് അങ്ങനെയൊന്നുമില്ല, പുള്ളി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനൊന്നും പറയാൻ പറ്റത്തില്ല. മമ്മൂട്ടി എപ്പോഴും മമ്മൂട്ടി തന്നെയാണ്, അതിനൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ആക്ഷൻ്റെ സാധനം മാത്രം ഇതുണ്ടായിരുന്നു. ആ സ്റ്റോറി കൊള്ളാം. ഇതിനകത്തൊരു ക്രൈമിൻ്റെ ഒരു സാധനമുണ്ട്, അതൊക്കെ കുറച്ച് ന്യൂ ആണ്. ഇത് കൊള്ളായിരുന്നു. മാസാണ്, അടിപൊളിയാണ്. ഇല്ല, അടിപൊളിയാണ്. അങ്ങനെ എഫക്ട് ചെയ്യുന്നില്ലല്ലോ, അടിപൊളിയാ. എനിക്ക് ഇഷ്ടപ്പെട്ടു, സിനിമ ഇഷ്ടപ്പെട്ടു. എൻഗേജിങ് ആണ്, നല്ല ഫൈറ്റൊക്കെ കൊള്ളാം, മാസാണ്. ഞാൻ സിനിമയായിട്ട് കാണുന്നുള്ളൂ. ഡിഗ്രേഡിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, കണ്ടിരിക്കാം. ഒരു മലയാള സിനിമയില്ലേ, നല്ലൊരു സിനിമയാണ്. നല്ല ഫൈറ്റൊക്കെ ഉണ്ട്. അല്ല, ഞാൻ റിവ്യൂ ചെയ്യുന്നു, ഞാൻ അങ്ങനെ ഉണ്ടല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ, എന്തായാലും കുഴപ്പമില്ല. ടർബോ ആക്ച്വലി എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഗംഭീര സ്റ്റാർട്ടിംഗ് ആയിരുന്നു. എൻഡിങ് അതുപോലെ തന്നെ ഫൈറ്റ് സീനൊക്കെ കിഡ് ഫൈറ്റിംഗ് ആയി. പക്ഷേ ടോട്ടൽ നോക്കുന്ന സമയത്ത് നമുക്ക് കൊടുത്ത പൈസ മോശമൊന്നുമില്ല. പക്ഷേ എന്നാലും ഒരു ബിലോ ആവറേജിൻ്റെ ആ റേഞ്ചിലൊക്കെ തന്നെയാണ് എനിക്ക് സിനിമ. കഥയൊക്കെ നോർമൽ കഥ. പക്ഷേ മമ്മൂട്ടി ആയതുകൊണ്ടും ആ ഒരു മേക്കിങ്ങിൽ കുറച്ച് സാധനങ്ങളുള്ളതുകൊണ്ടും ആ പടം നിൽക്കുന്നേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഗംഭീര പടമായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഭയങ്കര അത്ര ഡീഗ്രേഡ് ചെയ്യാനുള്ള സിനിമയല്ല. കാരണം അത് എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് വെച്ചാൽ അത്ര മോശം സിനിമയൊന്നുമല്ല. മേക്കിംഗ് രസമുണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ് വന്ന സമയത്ത് ഗംഭീരമെന്ന് പ്രതീക്ഷിച്ചു. കാരണം ട്രെയിലർ അത്രയും ഗംഭീരമായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ചെന്നൈയിൽ നിന്നാണ് കണ്ടത്. ഞാൻ ഇന്നലെ ഇവിടെ എത്തിയത്. അവിടുന്ന് അങ്ങനെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ആ ഒരു ഫീല് മൊത്തത്തിൽ കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങോട്ട് പോകുന്ന കുറേ അത്ര കൊള്ളാവുന്ന രീതിയിലുള്ള കോമഡിയൊന്നും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അവസാനത്തെ പക്ഷേ ഫൈറ്റ് ഗംഭീര ഫൈറ്റാണ്. മമ്മൂട്ടിയുടെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്തതിൽ വെച്ച് നോക്കുമ്പോൾ ഗംഭീരമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ടോട്ടൽ സിനിമ അത്ര ഒരു 5 2.5 അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന സിനിമയേ ഉള്ളൂ എനിക്ക് പേഴ്സണലി. ഓക്കെ, പക്ഷെ അത് ഞെട്ടിക്കുന്നതാണ് കേട്ടോ. അതിൽ ആ പ്രായത്തിൽ ഇങ്ങനെ ഇതേപോലൊരു സിനിമ ചെയ്യുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ആ ഒരു എനർജി അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ. ഭയങ്കര രസമുണ്ട്. അത് ഗംഭീരമാണ്. പക്ഷേ തിരക്കഥയൊക്കെ ഭയങ്കര എനിക്ക് ഞാനങ്ങനെ ആധികാരികമായിട്ട് പറയുന്ന ആളല്ല. പക്ഷേ എന്നാൽ പോലും എനിക്ക് ടോട്ടലി ആ സിനിമയുടെ ആ ഒരു വേ ഓഫ് സാധനമൊന്നും അത്ര ലൈക്കായിട്ടില്ല. പക്ഷേ ട്രെയിലർ ഗംഭീരമായിരുന്നു എന്ന് ഞാൻ പറയുന്നത്. സിനിമ ടോട്ടലി എനിക്ക് അത്ര വലിയ ലൈക്കായിട്ടില്ല. പക്ഷേ മോശമാവില്ല. തിയേറ്ററിൽ പോയിട്ട് അയ്യോ ഭയങ്കര ബോറൻ പടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം കൊടുക്കുന്ന പൈസയ്ക്ക് അതിനൊക്കെ ഉണ്ട്. അത്യാവശ്യം കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സിനിമ മാത്രമാണ് ടർബോ. എനിക്ക് അതിൽ കൂടുതലൊന്നുമില്ല. എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ്, മോഹൻലാലിനെ ഇഷ്ടമാണ്. ഞാൻ സിനിമ അങ്ങനെ കാണുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കണ്ട സമയത്ത് എനിക്ക് വളരെ എൻജോയ് ചെയ്തു. ഞാൻ റിലീസ് ചെയ്ത് ഇതേ തിയേറ്ററിൽ നിന്ന് കണ്ടതാണ്. പക്ഷേ ആളുകൾ പലരും പല അഭിപ്രായമുണ്ട്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറൻ്റ് ആണ്. പക്ഷേ ടർബോ മോശമല്ല, കണ്ടിരിക്കാം. വൺ ടൈം വാച്ചബിൾ, അത്രേ ഉള്ളൂ. കൊള്ളാം, ഇഷ്ടമായി. കുഴപ്പമില്ലാത്തൊരു പടമാണ്. അങ്ങനെ ഡീഗ്രേഡിങ്ങും അറിയില്ല, കുഴപ്പമില്ലാത്തൊരു പടം. മമ്മൂക്കൊന്നും മോശം പറയാനൊന്നുമില്ല. ബട്ട് സ്റ്റോറിയൊക്കെ ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു മസാല ടൈപ്പ് മാസ് മസാല ഒരു പടം ഒരു അത്രേ ഫീൽ ചെയ്തുള്ളൂ. കുഴപ്പമില്ല, ഡീഗ്രേഡേഷൻ ഒന്നുമില്ല. നല്ല എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. പിന്നെ ഓരോരുത്തർ കാണുന്നതിൻ്റെ ഇതല്ലേ, ഓരോരുത്തരെ പോലെ ഇരിക്കും.